CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക കൊടിമര ദീപശിഖ ജാഥകൾ മാർച്ച് 5-ന് കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് എത്തിച്ചേരുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ പറഞ്ഞു. CPIM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മാർച്ച് 6-ന് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M. സ്വരാജ് നയിക്കുന്ന പതാക ജാഥയും PK ബിജു നയിക്കുന്ന ദീപശിഖ ജാഥയും കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത നയിക്കുന്ന കൊടിമര ജാഥയും മാർച്ച് 5-ന് വൈകിട്ട് ആശ്രാമ മൈതാനത്ത് സംഗമിക്കും. ആശ്രാമത്തെ സീതാറാം യെച്ചൂരി നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ സമ്മേളനത്തിന്റെ പതാക ഉയർത്തും. കൊല്ലം ജില്ലയിലെ 23 രക്തസാക്ഷി കുടീരത്തിൽ നിന്നുമുള്ള ദീപശിഖ റാലികളും അന്നേ ദിവസം ആശ്രാമ മൈതാനത്ത് എത്തിച്ചേരും. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഗൗരവതരമായ രാഷ്ട്രീയ കാര്യങ്ങൾ, രാജ്യത്തെ ആകെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ അടുത്ത ഒരു വലിയ കാലയളവിലേക്ക് 10-25 വർഷക്കാലത്തേക്കുള്ള ദിശാസൂചകമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് സമ്മേളനങ്ങളെന്ന് നിങ്ങൾക്കറിയാം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരുക്കങ്ങളാണ് സമ്മേളനത്തിനായി നടത്തിയതെന്ന് CPIM ജില്ലാ സെക്രട്ടറി S. സുദേവൻ പറഞ്ഞു. സമ്മേളനം നടക്കുന്ന നഗർ, QAC ഗ്രൗണ്ട്, ആശ്രാമം മൈതാനം ഇതെല്ലാം പ്രത്യേകം ശുചിയാക്കുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനം കൂടി 9-ാം തീയതി പ്രകടനവും സമ്മേളനം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്മാറുന്നില്ല. ആ പ്രവർത്തനം കൂടി നമ്മൾ നടത്തുകയാണ്. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികളടക്കം 600 പേർ പങ്കെടുക്കും. CPIM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ കൊല്ലം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നുവരികയാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. രാജഗോപാൽ, J. മേഴ്സിക്കുട്ടിയമ്മ, X. ഏണസ്റ്റ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.